ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ആർട്ടീമിയ സിസ്റ്റാണ്. ആർട്ടീമിയയുടെ എഗ്ഗ് അത് നമ്മൾ ഹാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറേ കാലം മുമ്പ് ഇട്ടിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ളത് അത് വിരിയിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ആർട്ടീമിയ ബ്രൈൻ ഷ്രിമ്പ് എന്നാണ് പേര്. അപ്പോൾ അത് ഞാൻ ഒരുപാട് കാലം ഞാൻ അതിൻ്റെ പിന്നാലെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് വിരിയിപ്പിച്ചിട്ട് അത് വലിയ സൈസിലേക്ക് എത്തുക. സാധാരണ ആർട്ടീമിയ നമ്മളെ അത്രയും കണ്ണിൽ ശരിക്കും നോക്കിയാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള സംഭവമാണ്. അത് ഞാൻ വലുതാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഞാനിത് ചെയ്ത് നോക്കി, പക്ഷെ ഒക്കെ പരാജയപ്പെട്ടു. അവസാനമാണ് അത് വിജയിച്ചത്. അപ്പോൾ അത് വിരിഞ്ഞ് ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വലുപ്പമായിട്ടുണ്ട് നമ്മളെ ബ്രൈൻ ഷ്രിമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയുടെ മെയിനായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ആഴ്ച വരെ ഹാച്ചിങ് തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച പറഞ്ഞാൽ ഒരു 10-15 ദിവസം മുന്നേ ഞാൻ ആർട്ടീമിയയുടെ ഡീക്യാപ്പ്, ആ ഒരു എഗ് ഡീക്യാപ്പ് അല്ല, ഡ്രൈ സിസ്റ്റ്, ആ സിസ്റ്റ് പറഞ്ഞാൽ എഗ്ഗാണ്. ആ എഗ്ഗ് നമ്മളിതിൽ ആ ക്യാപ്സൂൾ രൂപത്തിലുള്ളതിലേക്ക് ഇട്ടതാണ്. ഇന്നേക്ക് 15 ദിവസമായി. അപ്പോൾ ഞാൻ ഇതേമാതിരി ട്രൈ ചെയ്തിട്ട് ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും വലുതായില്ല. ഒക്കെ പരാജയപ്പെടുന്നു, ഡെഡായി പോകുമായിരുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഡെഡായി പോകുമായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് പരീക്ഷണം നടത്തി ഏകദേശം ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും കേട്ടോ അത്. അപ്പോൾ ഇന്നിപ്പോൾ അത് വലുത് സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. 15 ദിവസം പ്രായമായ ബ്രൈൻ ഷ്രിമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കടലിലുണ്ടാകുന്ന ആ ഒരു ഷ്രിമ്പാണ് അവന് വലുതാക്കിയെടുത്തത്. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. ഇതിപ്പോൾ ഫുള്ള് ആൽഗ വാട്ടറാണ് ഇത്. അതിൻ്റെ കൂടെ കല്ലുപ്പ് കയ്യിലാണ് എയറേഷനൊക്കെ കൊടുത്ത് അവരിപ്പോൾ ഇതിലുള്ളത്. ഒരു കടലിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ഈ ഒരു ബേസിലുള്ള ഒരു ബോട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രൈൻ ഷ്രിമ്പ് ഏകദേശം ഒരു കുറച്ച് അത്യാവശ്യം ഉണ്ടാവും, 500 ഉണ്ടാവും വിചാരിക്കുക. അതൊക്കെ വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. അതിൽ കുറേ ഡെഡായിപ്പോയി. എന്നാലും നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടി 10 കൊച്ച് കിട്ടിയിട്ടുണ്ട്. വലിയ സൈസ് ഉണ്ട്, ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഗ്ലാസ്സിൽ എടുക്കണം. ആ ഗ്ലാസ്സിലും ഉപ്പുവെള്ളം ഉണ്ടാക്കണം. അല്ലാതെ എപ്പോഴും ഉപ്പുവെള്ളത്തിൽ അവർ നിൽക്കുക, എൻ്റെ ശുദ്ധവെള്ളത്തിൽ അവർ അധികം നിൽക്കില്ല. ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞ് ഡെഡായി പോവും. കല്ലുപ്പുള്ള വെള്ളത്തിലാണെങ്കിൽ ചുരുങ്ങിയ ഒരു ദിവസമൊക്കെ വരെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇത് 15 ദിവസം പ്രായ ജീവനോട് കൂടിയ ബ്രൈൻ ഷ്രിമ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഗ്ലാസ്സിക്ക് എടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സിസ്റ്റ് എന്ന് പറയുന്നത്, എഗ്ഗ്. ഇത് മുമ്പ് ക്യാപ്സൂൾ രൂപത്തിലുള്ളത് പൊളിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ എഗ്ഗാണ് നമ്മൾ വിരിയിപ്പിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ആർട്ടീമിയ നമ്മൾ സാധാരണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 24 hours കൊണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന ആർട്ടീമിയാണിത്. അപ്പോൾ ഇതിൽ ലക്ഷക്കണക്കിന് എഗ്ഗുകൾ ഉണ്ടായിരിക്കും ഈ ഒരു ആർട്ടീമിയ സിസ്റ്റ് എന്ന് പറയുന്നത്. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്ഗാണ്, ഡീക്യാപ്പ് എന്ന് പറഞ്ഞാൽ എഗ്ഗിൻ്റെ തോട് കളഞ്ഞതാണ്. അപ്പോൾ ഇത് ആണ് വിരിയിപ്പിച്ച് കഴിഞ്ഞാൽ ജീവനുള്ള ചെറിയ സൂക്ഷ്മ ജീവികൾ ഉണ്ടാവുന്നത്. അത് വലുതാക്കി എടുത്തതാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എഗ്ഗാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എഗ്ഗാണ് നമ്മൾ ഒരു ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കല്ലുപ്പ്, 1 ടീസ്പൂൺ കല്ലുപ്പൊക്കെ വെച്ച് എയറേഷനൊക്കെ കൊടുത്ത് 24 hours കൊണ്ട് വിരിയിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ വിരിയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അത് ഗപ്പികൾക്കും ഒക്കെ കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അത് വലുതാക്കി ഒന്നും നോക്കാൻ ശ്രമിക്കാറില്ല, പക്ഷേ വലുതാക്കിയാൽ നടക്കാറില്ല. ഒക്കെ 99% പരാജയപ്പെടാറാണ് ചെയ്യാറുള്ളത്. ചില അപൂർവ സംഭവങ്ങൾ മാത്രമേ നമുക്ക് വിജയിക്കാറുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് നിലയ്ക്കാണ് ഞാനിപ്പോൾ അത് ഈ എഗ്ഗ് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ വിജയിപ്പിക്ക് എടുത്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആർട്ടീമിയ എഗ്ഗ് വിരിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, ആ എഗ്ഗ് ആദ്യത്തെ തവണ ഒരുപാട് പരാജയപ്പെട്ടതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതൊരു ബേസിനിൽ ഞാൻ വെള്ളം നിറച്ചു, കല്ലുപ്പൊക്കെ ഇട്ടു. കല്ലുപ്പൊക്കെ ഇട്ടതിന് ശേഷം ആർട്ടീമിയ എഗ്ഗോട് കൂടി, വിരിഞ്ഞത് എഗ്ഗോട് കൂടി ഞാൻ ഈ ഒരു ബേസിനിലേക്ക് ഒഴിച്ചു കൊടുത്തു. എയറേഷനൊക്കെ കൊടുത്തു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 4-5 ദിവസം വരെ ആ ആർട്ടീമിയ നിന്നു കേട്ടോ, കുഴപ്പം കൂടാതെ. ചെറിയ സൈസ് വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ഡെഡാകാൻ പോയി. അങ്ങനെ ഒരുപാട് തവണ ഞാൻ ചെയ്ത് അവസാനം എന്തിലാണോ ഹാച്ച് ചെയ്ത് അതിൽ തന്നെ ഞാൻ അവരെ വലുതാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇതിപ്പോൾ ഫുള്ള് ആൽഗ വാട്ടർ ആയിട്ടുണ്ട്. ഇന്ന് നടുവേനലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആൽഗ വാട്ടർ ആയി. നമുക്ക് ഇതിലത്തെ ആ ഒരു വെള്ളം കോരിയത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ കല്ലുപ്പ് ഇടണം. നമുക്ക് ഗ്ലാസ്സിലേക്ക് വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ ക്ലിയറായി കിട്ടണം. മറ്റ് ആൽഗ വാട്ടർ ആയതുകൊണ്ട് വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫാക്കി, നമുക്കത് ശരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് മുകളിലേക്ക് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ എടുത്തിട്ട് ഞാൻ കോരിയിട്ടുണ്ട്. ഒറ്റ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നില്ല. കോരി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ കല്ലുപ്പ് കലക്കിലേക്കാണ് നമ്മൾ ഇടുന്നത്. കുറുതിക്ക് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ ബ്രൈൻ ഷ്രിമ്പ്, ഇതാണ് നമ്മളെ ബ്രൈൻ ഷ്രിമ്പ്. അപ്പോൾ ഒരുപാട് കാലുകളൊക്കെ അവർക്കുണ്ട് കേട്ടോ.
ശരിക്കും നമ്മൾ അതിന് ഷിമ്പ് പറഞ്ഞാൽ നമ്മൾ സാധാ കൊഞ്ചുമായിട്ടുള്ള ഷിമ്പല്ല, നമ്മൾ കടലിലുണ്ടാകുന്ന ആ ഒരു ഷിമ്പാണത്. ഇതിൻ്റെ ബ്രൈൻ ഷിമ്പ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് ഒരു 10-20 ഇപ്പോൾ നമ്മൾ ഈ അക്കൂറിൽ കാണുന്നുണ്ട്. അങ്ങോട്ട് കൂടെ പ്രത്യേക തരത്തിലാണ് ഒരു നീന്തി കളിക്കുന്നത്. ഒരുപാട് കാലത്തെ ഒരു പ്രയത്നം നമുക്ക് വിജയിച്ചു തന്നെ പറയാം. ഇത് ഞാൻ നാച്ചുറലായിട്ടുള്ള ആ ഒരു ടാങ്കിൽ പുറത്ത് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുന്നൊരു ടൈപ്പല്ല ഈ ഒരു ഷിമ്പ്. ഏത് സമയത്തും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഉപ്പ് വാട്ടറിൽ അതിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് വരെ കാണാൻ. അപ്പോൾ ശരിക്കും കളറ് ഒരു റെഡ് കളർ തന്നെയാണ്. ഇത് ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടില്ല നമ്മൾ, പറ്റ റെഡ് കളറ്. അപ്പോൾ അത് ശരിക്കും റെഡ് കളർ തന്നെ ആയിട്ടാണ്. അങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ വൈറ്റ് കളറായിട്ട് തോന്നും, ശരിക്കും റെഡ് കളറാണ്. അപ്പോൾ അത് നമുക്ക് ഇത് ലൈറ്റ് അടിച്ചിട്ട്, ഇരുട്ടത്ത് ലൈറ്റ് അടിച്ചിട്ട് നോക്കാം എന്ന് പറയുന്നത്. ഉപ്പുള്ള വെള്ളത്തടാകങ്ങളിലാണ് മെയിനായിട്ട് ഇവയെ കണ്ടുവരാറുള്ളത്. ഇന്ത്യയിൽ തമിഴ്നാട്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവരുടെ അവിടെ കുറച്ച് പോണ്ടുകളുണ്ട്, സാൾട്ട് പോണ്ട്. അവിടെയാണ് മെയിനായിട്ട് ഇത് കണ്ടുവരാറുള്ളത്. നമ്മളെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും ആർട്ടിമിയുടെ സിസ്റ്റം വരുന്നത്. ആർട്ടിമിയുടെ ഫ്രോസൺ ആയിട്ടുള്ളതും വരുന്നത്. ഇവരുടെ സൈസ് ഏകദേശം ഒരു 8 മുതൽ 12 മില്ലിമീറ്റർ വരെ വലിപ്പം അവർ വയ്ക്കുള്ളൂ. അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വലിയ സൈസായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ആയുസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മാസം മുതൽ 4 മാസം വരെ ചില സന്ദർഭങ്ങളിൽ ഇവരെ ആയുസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 1 വർഷം വരെ ചില സ്ഥലത്ത് കിട്ടിയതായ റിപ്പോർട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും മിക്കവാറും നോർമലായിട്ട് ആവറേജ് ആയിട്ടുള്ളത് 2 മുതൽ 4 മാസം വരെയൊക്കെയാണ് ഇവരെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഏകദേശം ഈ വലിപ്പം തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വലിപ്പം തന്നെ ഏകദേശം കിട്ടുള്ളൂ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരെ എഗ്ഗാണ്. എഗ്ഗ് വലിയ സംഭവമാണ് കേട്ടോ. അവരെ എഗ്ഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച എഗ്ഗ് ഉണ്ടല്ലോ, അതാണ് ഇവ ശരിക്കുള്ള എഗ്ഗ് എന്ന് പറയുന്നത്. ആ എഗ്ഗ് വരണ്ട കാലാവസ്ഥയിൽ ചുരുങ്ങിയത് ഒരു 10 വർഷം മുതൽ 25 വർഷം വരെ കേടുകൂടാതിരിക്കും. പിന്നീട് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞില്ല, എയറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിരിയും. അതൊരു സംഭവം, അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ആർട്ടിമിയ സിസ്റ്റിൻ്റെ എഗ്ഗ് എന്ന് പറയുന്നത്. അത്രയും കാലം ഒരു കേടും കൂടാതെ നിൽക്കും. നമ്മൾ കോഴിമുട്ട കയറിപ്പോയാൽ ഒരു ഏകദേശം 30 ദിവസം വരെ നിൽക്കില്ല, കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടുവരും. പക്ഷേ നമ്മളെ ഈ ആർട്ടിമിയുടെ ഈ സിസ്റ്റ് എഗ്ഗ് എന്ന് പറയുന്നത് 10 വർഷം വരെ 25 വർഷം വരെ അതിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ജീവനോടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ 2 മാസം മുതൽ 3 മാസം വരെയൊക്കെ അവർ ഇരിക്കുള്ളൂ. ഇവരെ മെച്ചോർഡ് എന്ന് പറയുന്നത് ഏകദേശം 8 ദിവസം കൂടുതൽ. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചതൊക്കെ മെച്ചോർഡ് ആയി എന്നാണ്. അപ്പോൾ ഇവർ മെച്ചോർഡ് ആയി എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ പരസ്പരം ബ്രീഡാവാനുള്ള ഒരു 21 ദിവസം വരെ ശരിക്കും ഒരു മെച്ചോർഡ് ആയിട്ടുള്ള പ്രായം. അപ്പോൾ ഒരു മെച്ചോർഡ് ആയി കഴിഞ്ഞാൽ അവർ തമ്മിൽ ആണ് പെണ്ണും അതിലുണ്ടാവും. അവർ തമ്മിൽ മേറ്റ് നടന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ആഴ്ചയിൽ 4 ദിവസം കഴിഞ്ഞാൽ 4 ദിവസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർ 100 മുതൽ 300 വരെ എഗ്ഗ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അടുത്ത കണ്ട ആ എഗ്ഗിനായിരിക്കും ഈ എഗ്ഗ് മുകളിൽ വന്ന് പാറി നിൽക്കുക ചെയ്യുക. അപ്പോൾ ദിവസം എഗ്ഗ് ചെയ്യില്ല, 4 ദിവസം കൂടുമ്പോഴാണ് ഒരു ഫീമെയിൽ മേറ്റിങ് കഴിഞ്ഞാൽ ആ ഫീമെയിൽ 4 ദിവസം കൂടുമ്പോഴാണ് 100 മുതൽ 300 വരെ ഒരു ഫീമെയിൽ എഗ്ഗ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഷിമ്പല്ലല്ലോ, എല്ലാ ഷിമ്പും കൂടി ഇവിടെ അത്രത്തോളം എഗ്ഗ് ഉണ്ടാവും നമുക്ക് ആലോചിച്ച് നോക്കിക്കൂടെ. ഇവർക്ക് പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് കടിച്ച് ഫുഡ് എടുക്കാനുള്ള ഒരു ഇല്ല. ഒരു വായിൽ പല്ല്, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല്ലുകൾ മാത്രം. അതുകൊണ്ട് അതായത് നമ്മൾ കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അത് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാനിത് വലുതായി കഴിഞ്ഞാൽ ഞാനിതിക്ക് നമ്മളെ സാധാരണ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ കൊടുത്താൽ കഴിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്ക് കുറേ നഷ്ടപ്പെട്ടു പോയത്. ഹാച്ച് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനത്തെ ഫിഷിൻ്റെ ഫുഡുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നും അവർ കഴിച്ചില്ല, ഒക്കെ ഡെഡായി പോയി. വെള്ളം അമോണിയ ഫോം ചെയ്തിട്ട് വെള്ളം കേട് നിന്നിട്ട് ആ ആർട്ടിമിയ തന്നെ ഡെഡായി പോയി. ഞാൻ അതിൽ മൊത്തം കളക്ട് ചെയ്തു. അപ്പോൾ അതിൽ അത്യാവശ്യം വലുതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മൊത്തം കളക്ട് ചെയ്തത്. അപ്പോൾ നോക്കി നോക്കൂ, ഇത്രയും അതിലുണ്ട്. ശരിക്കും ഇത്ര നല്ല ശരിക്കും ഹാച്ച് ആവേണ്ടത് ബോട്ടിൻ്റെ ഒരു സ്ഥലപരിമിതി കൊണ്ടാണ് അത്രയും ആയത്. അപ്പോൾ അതിൽ നോക്കി നോക്കൂ, നമ്മളെ ഷ്രിമ്പിൻ്റെ വലിപ്പം ഒരു യൂട്യൂബിൽ ഇത്രയും ക്ലാരിറ്റിയുടെ ആരും വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് അത് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലാവാം. പ്രത്യേക രീതിയിലാണ് ഇവർ നീന്തുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആൽഗകൾ മെയിനായിട്ട് ആൽഗയാണ് തമ്മിൽ ചെറിയ ചെറിയ ആൽഗകൾ എന്താണ് ഇവർ കഴിക്കുക. പിന്നെ ഈസ്റ്റ് കൊടുത്താൽ അവർ കഴിക്കും. ഈസ്റ്റിൽ ചെറിയ ചെറിയ ജീവജാലങ്ങളുണ്ട്, നമുക്ക് കണ്ണോട് കാണാൻ പറ്റില്ല, പക്ഷേ ഇവർക്ക് അത് കാണാൻ പറ്റും. നമ്മൾ മൊയിന കഴിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവരും കഴിക്കുക. പല്ലുകളൊന്നുമില്ല എന്നൊക്കെ പിന്നീടാണ് നമുക്കതൊക്കെ അറിയുന്നത്. അപ്പോൾ ഒരുപാട് തവണ ഞാൻ ഇവർക്ക് നമ്മൾ മത്സ്യങ്ങളെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു, പക്ഷേ ഒന്നും കഴിച്ചില്ല, വെള്ളം കീടുന്നവരൊക്കെ ഡെഡായി പോകാനുള്ള അവസ്ഥയാണ് വന്നത്. നമ്മുടെ ഏറ്റവും വലുതാ പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇതിലിപ്പോൾ ഈ എഗ്ഗ് ഉണ്ട്, നമുക്ക് ഈ എഗ്ഗ് കളക്ട് ചെയ്യാന്ന് പറയുന്നത് എഗ്ഗ് ഇതിൻ്റെ മുകളിൽ വന്ന് പാറി നിൽക്കുക ചെയ്യാം.
അപ്പോൾ ഒരു ഫീമെയിൽ നമ്മൾ പറഞ്ഞാൽ 4 ദിവസം കൂടുമ്പോൾ 100 മുതൽ 300 വരെ മുട്ടയിടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എഗ്ഗ് കാണാനും എളുപ്പമാണ്. കറുത്ത എഗ്ഗുകളായിരിക്കും. ഇതിലിപ്പോൾ നമുക്കൊന്നും നോക്കിയിട്ടൊന്നും കാണാനില്ല. ഒന്നുകൂടി നമുക്ക് പരീക്ഷ നടത്തണം. ഇതൊന്നും ഞങ്ങൾ കളയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് എളുപ്പത്തിലാക്കിയിട്ട് നമുക്കത് ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ തൂത്തുക്കുടിയിലൊക്കെ ചെയ്യുന്നത്. ഇതിനെ ഹാച്ച് ചെയ്ത് വലിപ്പം കൂട്ടിയിട്ട് അവർ ഫ്രോസൺ ആക്കിയിട്ട് ഇതിലും വലിപ്പം എടുത്തു. ഇപ്പോൾ അല്പമായിട്ടില്ല കേട്ടോ, പക്ഷേ അവരെ മെച്ചോർഡ് ഏകദേശം ആയി എന്നാണ് ഏകദേശം എൻ്റെ ഒരു ധാരണ. 10 ദിവസം കഴിഞ്ഞാൽ അത്യാവശ്യം അവർ എഗ്ഗ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അവരൊക്കെ 10 ദിവസം കഴിഞ്ഞാൽ അവർ നമുക്ക് എഗ്ഗ് നമുക്കതിന് കളക്ട് ചെയ്യാം. അത് വലിയൊരു സംഭവമായിരിക്കും കേട്ടോ. അത് നമ്മളെ കൂടെ കൂട്ടിയാൽ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ നമ്മൾ ബ്രൗൺ കളറിൽ നേരത്തെ കണ്ട സിസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ വലിപ്പം നോക്കുന്നത്. അപ്പോൾ അവർ എഗ്ഗ് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ എഗ്ഗ് തന്നെയാണ് കേട്ടത്. കണ്ടോ, ഇതാണ് എഗ്ഗ്. ഈ എഗ്ഗ് നമ്മളിനി കളക്ട് ചെയ്തിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് നമ്മൾ നേരത്തെ 24 hours വരെ ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിരിയും കേട്ടോ. അപ്പോൾ എഗ്ഗൊക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ സൂം ചെയ്തപ്പോഴാണ് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത്. എഗ്ഗൊക്കെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതും വലുതൊക്കെ ഉണ്ട്. ഞാൻ തന്നെ വിരിഞ്ഞോന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഷിമ്പാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്രൈൻ ഷിമ്പാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എഗ്ഗ് കാലുകൾ ഇവർക്കുണ്ട്. ഇപ്പോൾ ഒരു ഇതിൽ നോക്കുമ്പോൾ ഒരു കാലുകളൊക്കെ ഒരു റെഡ് കളറും ബോഡി ഒരു ഗെയിൻ കളറും ആയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആൽഗയിൽ ജീവിച്ചുകൊണ്ടാണ് ആ ഒരു കളറ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അത്ഭുതം എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനായോ. നമ്മൾ ഷിമ്പ് കൂട്ടത്തോടു കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗ് അവർ റിലീസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഗ്ഗ് കൂടി നമുക്ക് അതിന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്രൈൻ ഷിമ്പ് ഹാച്ച് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബൾക്കായിട്ട് നമുക്ക് സെയിൽ പർപ്പസിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ തടാകങ്ങളിൽ കാണുന്ന അവിടെ പോയിട്ട് കളക്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഇതിന്നൊക്കെ നമുക്ക് എത്രത്തോളം എഗ്ഗ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഊഹിച്ചറിഞ്ഞൂടെ. ഇതൊക്കെ ആയുസ്സൊക്കെ വളരെ കുറവാണ്. നമ്മളൊക്കെ മറ്റതൊക്കെ നാച്ചുറലായിട്ടുണ്ടാകുന്ന ആ ടാങ്കിലാണൊക്കെ. ഇതൊക്കെ കയറിപ്പോയ ഒരു 10-20 മുട്ടയൊക്കെ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. നാച്ചുറലായിട്ടുള്ള തടാകങ്ങളിലൊക്കെ ഈ ഒരു ഷിമ്പ് എന്ന് പറയുന്നത് ഒരുപാട് എഗ്ഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഷിമ്പ് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്കിത് ഒരു വിജയത്തിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ പല രീതികൾ നമ്മൾ ഇനി പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. ബദാമിൻ്റെ ഇലയിലിട്ട് നോക്കി, അതൊന്നും ശരിയായില്ല. പിന്നെ സിലിനോ പൗഡറിൻ്റെ ആൽഗ വാട്ടിലിട്ട് നോക്കി, എയറേഷൻ കൊടുത്ത് നോക്കി. ആദ്യം എയറേഷൻ ചെയ്യാതാണ് ചെയ്തിട്ടോ. പിന്നീടാണ് ഫുള്ളി എയറേഷൻ വെച്ച് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ ഇവർ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു ബ്രീഡിങ്. നമ്മൾ മോയിനയുടെ മാതിരി കൂട്ടത്തോട് കൂടി നിന്നിട്ട് അതിൽ തന്നെ അതിനെ ബ്രീഡിങ് ആവുക. അപ്പോൾ ഫീമെയിൽ മെയിലും നമുക്ക് നോക്കിയാൽ ഇപ്പം അറിയാൻ പറ്റില്ല കേട്ടോ. അത്രയും മൈന്യൂട്ടായിട്ടുള്ളതാണ് ഇതിൽ. കണ്ട വലിയ സൈസുള്ള ഒരു ഷിമ്പ് ഒരു ബ്രൈൻ ഷിമ്പ് എന്ന് തോന്നുന്നു. പിന്നെ ഒരു നിരുപദ്രവികളാണ്. ആരും പോയി കടിക്കുന്നില്ല, കടിക്കാനുള്ള ടീത്തില്ല. അത് വളരെ പാവത്താമാരാണ്. നമുക്കിത് വേണമെങ്കിൽ നമുക്കിത് ഗപ്പികൾക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഗപ്പികൾക്ക് അവർക്ക് നല്ല അത്രയും പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡാണ് അപ്പോൾ അത്. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല. ഇപ്പോഴൊക്കെ നമ്മൾ വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളെ തന്നെ കൊടുക്കാം. ഇത് എനിക്ക് അവർക്ക് കൊടുക്കാൻ തോന്നില്ല. കാരണം ഒന്നുകൂടിയും വലിപ്പം കൂടാൻ സാധ്യത ഉണ്ടത്. അപ്പോൾ എന്നിട്ട് നമുക്കത് ഹാച്ച് ചെയ്ത് മുട്ട കിട്ടുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഒരു 10% നമുക്കത് മുട്ട കളക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു കാര്യമായില്ലേ. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അവരെ എഗ്ഗാണ്. നമുക്ക് കളക്ട് ചെയ്യാനുള്ള മാത്രം ഒന്നും അതിലില്ല. നമുക്കൊന്നും കളക്ട് ചെയ്താൽ കിട്ടില്ല. കളക്ട് ചെയ്തിട്ട് അതിന് അതിൻ്റെ ഇതൊക്കെ നനവെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം നമുക്കത് ഹാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ. അപ്പോൾ ഇത് സംഭവം സൂപ്പറായി. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 8x ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. അത്രയും സൂം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത്രയും വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ എവിടെയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഓരോ വീഡിയോസും ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. നല്ല ആക്റ്റീവിലാണ് ഇപ്പോൾ ഇത്. നല്ല ക്ലിയർ വാട്ടർ ആവാൻ കാരണം ഞാൻ നേരത്തെ ഉപ്പുകൾ അയക്കുകയാണ് ഇപ്പോൾ ഞാനിത് കളക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഇത്രമെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനുള്ള കാരണം. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ ആർട്ടീമിയ ബ്രൈൻ ഷിമ്പ് വലുതായത്? ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ അറിവിൽ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അത് വിജയിച്ചു. അപ്പോൾ ഇതൊന്നും ഞാൻ വീണ്ടും തന്നെ ആ ഒരു ബേസിലേക്ക് ഇട്ട് എയറേഷനൊക്കെ കൊടുത്ത് അവർക്ക് ഈസ്റ്റ് കൊടുത്ത് വളർത്താൻ നോക്കുകയാണ്. നമുക്ക് ആ എഗ്ഗ് കിട്ടുമെന്ന് നോക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ നമ്മളതിന് വീഡിയോ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ?
അപ്പോൾ ഒരുപാട് എത്രയോ കാലങ്ങൾക്ക് ശേഷം എടുത്ത് ഒരു പരാജയപ്പെട്ട് അവസാനം ഞാൻ നിർത്തിയതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അതങ്ങോട്ട് സക്സസ് ആയി. അപ്പോൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും